വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഗാർഡനിങ്. ചെറുതാട്ടോ, ഒരുപാട് നാളായിട്ട് വിചാരിക്കുക ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം വെച്ചേ, പിന്നെ ഇതൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. ഇതിങ്ങനെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ വെയിൽ കാരണം പുറത്തേക്ക് ഇറങ്ങാനേ തോന്നത്തില്ല. ഇതെല്ലാം മാറിയിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പുതിയ ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഇതൊന്ന് ബോഗൺവില്ല പൂക്കുന്ന സമയമാണ്. ഇപ്പം എല്ലാം പൂത്ത് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഞങ്ങളിങ്ങനെ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊല പോലെ നിൽക്കാത്തതെന്ന് തോന്നുന്നു. ഇതിന് 3 കളേഴ്സുണ്ട്. ഒന്ന് ഇത്, ഒന്ന് വേണ്ടിയത്, പിന്നെ കണ്ടോർണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അമ്മ വെജിറ്റബിൾസിൻ്റെ ഈ വിത്തുകളൊക്കെ പറക്കിയതിനകത്ത് കൊണ്ടിട്ട് കുറേ കിളിച്ച് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പാവൽ കിളിച്ച് വരുന്നുണ്ട് കണ്ടോ. അപ്പം ഞാൻ അതിനൊരു താങ്ങൊക്കെ കൊടുത്ത് 2 കമ്പൊക്കെ കൊടുത്തു. അപ്പോൾ അതിലിങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കണ്ട്. ഇനി ഇതിങ്ങനെ കയറി 2 കമ്പ് കുത്തി കൊടുത്തപ്പോൾ 2 കമ്പിലും കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറി പോകാനാണ് ചാൻസ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങൾ വേറൊരു കൂട്ടം കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ആർക്കെങ്കിലും പറയാമോ ഇതെന്ത് മരമാണ്? എല്ലാവരും പറയുന്നത് കുന്തിരിക്കത്തിൻ്റെ ആണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഈ കമ്പെല്ലാം കഴിഞ്ഞ ദിവസം വെട്ടിയപ്പോഴേ ഇങ്ങനെ കറ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് കുന്തിരിക്കത്തിൻ്റെയാണ്. ഇതിങ്ങനെ ഉണക്കി വെയിലത്തിട്ട് ഉണക്കി കുന്തിരിക്കത്തിൻ്റെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ കുന്തിരിക്കം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കും അറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ച്. ഇത് മൊത്തം എൻ്റെ തണ്ട് ഒടിച്ച് കളയുമ്പോഴേ കറ പോലും ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങുന്നത് കണ്ടോ. ഞാൻ പൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഗാർഡനിങ്. ഈ വെയിലെല്ലാം മാറി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെടിച്ചട്ടിയൊക്കെ മാറ്റി സെറ്റാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഗാർഡനിങ്ങൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ബൈ.